ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് DICയെ കുറിച്ചായിരുന്നു. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കൽ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ചാപ്റ്ററിലെ ഇൻഡസ്ട്രിയൽ സപ്പോർട്ട് ടു ദി ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്ററാണ് രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഷോർട്ടായിട്ട് DIC എന്ന് പറയും. ഓക്കെ, ഈ DIC എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് 1978 മെയ് 1 ദി മെയിൻ എയിം ഓഫ് ദിസ് പ്രോഗ്രാം ഈസ് ആൻ ഇഫക്റ്റീവ് പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ആൻഡ് സ്മോൾ ടൗൺസ്. അതായത് ഇന്ത്യയിലെ എല്ലാ സ്മോൾ ഏരിയാസിലും റൂറൽ ഏരിയാസിലുമുള്ള കോട്ടേജ് ഇൻഡസ്ട്രീസിനെയും സ്മോൾ ഇൻഡസ്ട്രീസിനെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് DIC ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അണ്ടർ എ റൂഫ് ഓഫ് DICയുടെ റൂഫ് കീഴിലെ ഒരു ഓൺട്രപ്രണേഴ്സിനെ, അതായത് സ്മോൾ ആൻഡ് വില്ലേജ് ഓൺട്രപ്രണേഴ്സിന് അവൈലബിൾ ആവുന്ന എല്ലാ സപ്പോർട്ടും സർവീസസും കൊടുക്കുന്നുണ്ട്. അതായത് MSME മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിൻ്റെ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DIC സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഈ സിംഗിൾ വിൻഡോസ് ഓൺട്രപ്രണർക്ക് ഡിസ്ട്രിക്ട് ലെവലിൽ അവർക്ക് ഇൻട്രാക്ട് ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാം DICയിൽ നിന്നാണ് ലോൺ അപ്ലൈ ചെയ്യാനും ബിസിനസ് ഐഡിയാസിന് വേണ്ടിയിട്ടും അവരൊക്കെ പോവാറുണ്ട്. നിങ്ങൾ നോക്കൂ, DIC നമ്മൾ തൃശ്ശൂർ DIC എന്ന് പറയുന്നത് അയ്യന്തോൾ കളക്ട്രേറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള കളക്ട്രേറ്റിനടുത്താണ് DIC ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് DICകൾ കാണാൻ പറ്റും. അതിൻ്റെ ഓരോ ഡിസ്ട്രിക്ട് ലെവലും അതിന് ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. DICക്ക് ചീഫ് കോർഡിനേറ്റർ ഉണ്ട്. അവർ മൾട്ടി ഫങ്ഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ സ്മോൾ ഓൺട്രപ്രണേഴ്സിന് എല്ലാ അസിസ്റ്റൻസും DICന്ന് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇനി DICയുടെ മെയിൻ ഫങ്ഷൻ ഈ പറഞ്ഞത് തന്നെയാണ്. DICയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂ ഓൺട്രപ്രണേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ, ത്രൂ ഔട്ട് ദി ഡിസ്ട്രിക്ട് ദി ആർ ഗിവിങ് എൻ ഓൺട്രപ്രണറൽ മോട്ടിവേഷൻ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓൺട്രപ്രണേഴ്സിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊജക്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. അതിന് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റൽ കോർപ്പറേഷൻ സിഡ്കോയുടെ ലോൺ അപ്ലിക്കേഷനും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോൺ പർച്ചേസ് ചെയ്യാനുള്ള ബിൽഡിങ്ങൊക്കെ വേണ്ടിയിട്ടുള്ള ലോണിനൊക്കെ ഉള്ള സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ഫോമൊക്കെ ഒക്കെ കൊടുക്കുന്നത് DIC ആണ്. അതുപോലെ തന്നെ റൂറൽ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റിനും DIC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അതർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് പവർ കണക്ഷൻ അതിനൊക്കെ സ്പീഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലത്തെ മെറ്റീരിയൽ, അതായത് ഒരു ഓൺട്രപ്രണർക്ക് ബിസിനസ് സെറ്റ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് DIC ആണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായി പഠിക്കുക. DICയെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുക. താങ്ക് യു. ഇനി നമുക്ക് അടുത്തത് സ്മോൾ ഇൻഡസ്ട്രി സിഡ്കോയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഓക്കെ.